നമസ്കാരം. തൃശ്ശൂരിൽ ബുധനാഴ്ച വലിയ ഒരു മഹാസമ്മേളനം നടന്ന വേദിയുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആ മൈതാനം. ആ മൈതാനത്ത് വ്യാഴാഴ്ച രാവിലെ കണ്ടത് വലിയ ഒരു സംഘർഷമാണ്. രണ്ട് വിഭാഗം ആൾക്കാർ തമ്മിൽ ഉന്തും തള്ളും, അങ്ങോട്ടും ഇങ്ങോട്ടും വാടാ പോടാ വിളിയും പിന്നെ വേണ്ടി വന്നാൽ മറ്റ് ചില വാക്പ്രയോഗങ്ങളും ഒക്കെ കൊണ്ട് വല്ലാത്ത കലുഷമായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഈ തൃശ്ശൂരിലെ ഈ വേദി. ബുധനാഴ്ച വലിയൊരു സമ്മേളനം നടക്കുന്നു. ലക്ഷക്കണക്കിന് വനിതകൾ പങ്കെടുത്ത വലിയൊരു സമ്മേളനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഓരോ നിമിഷവും വളരെ ഹർഷാവരത്തോടെ ജനങ്ങൾ കൈയടിക്കുന്നു. അങ്ങനെ വലിയ ഒരു സമ്മേളനം നടന്നിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതേ സ്ഥലത്ത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു എന്നതാണ് കാണുന്നത്. ഇതാണ് കേരളത്തിന്റെ ഒരു വല്ലാത്ത ദുര്യോഗം എന്ന് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അവിടെ വ്യാഴാഴ്ച ഇത്തരത്തിലുള്ള വലിയൊരു സംഘർഷം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയെ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നതാണ് BJP പ്രവർത്തകരെ വല്ലാതെ പ്രകോപിപ്പിച്ചതും ചൊടിപ്പിച്ചതും. സ്വാഭാവികമാണ്. അവരുടെ ഒരു ഐക്കണായിട്ട് കാണുന്ന, BJPയുടെ മുഖമായിട്ട് അവർ കാണുന്ന, അവർ ആവേശത്തോടു കൂടി ആരാധിക്കുന്ന ഒരു മോദി എന്ന ആ വലിയ ഒരു പ്രഗത്ഭ വ്യക്തി, അവരെ അത്രമാത്രം ആരാധിക്കുന്നതാണ് BJPക്കാർ. അത് ഭാരതത്തിലെ ജനങ്ങളും അതുപോലെ തന്നെയാണ്. മിക്കവാറും പല BJPക്കാരല്ലാത്തവരും ആ മോദിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ എന്തായാലും സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ അല്ല BJPക്കാർ മോദിയെ ഇഷ്ടപ്പെടുന്നത്. അത് അവർക്ക് അവരുടെ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖമാണത്. അതുകൊണ്ട് തന്നെ BJP എന്നാൽ മോദിയാണ്, മോദി എന്നാൽ BJP ആണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതും ആ രീതിയിൽ തന്നെയാണ്. കാരണം BJP എന്നാൽ മോദിയാണ്, മോദി എന്നാൽ BJP ആണെന്നുള്ള ആ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP എന്ന പാർട്ടി നേരിടാൻ പോകുന്നതും. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ മോദി എന്നത് BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനകത്തോട്ടുള്ള വലിയ ഒരു ഐക്കണാണ്. അദ്ദേഹം പ്രസംഗിച്ച ആ വേദിയിൽ കോൺഗ്രസ്സുകാർ ചാണകവെള്ളം തളിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും. അവർ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായി നിൽക്കും. ഒരുപക്ഷെ അവരുടെ ജീവൻ കൊടുത്തും അതിനെ നേരിടും എന്നത് തീർച്ചയാണ്. അത് നമ്മൾ കാണുന്നതാണ്. എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ് അത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ഈ BJPക്കാർ പറയുന്നുണ്ട്, ഇത് TN പ്രതാപൻ പറഞ്ഞു വിട്ട കുറെ യൂത്തന്മാരാണ് വന്നത്. TN പ്രതാപനെ വേണ്ടി വന്ന ഞങ്ങൾ ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും, സൂക്ഷിച്ചോ എന്നാണ് ഇപ്പോൾ BJP നേതാവ്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, BJPയുടെ ജില്ലാ പ്രസിഡന്റ്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് വരെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ പിന്തുണയും കൂടി യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട് എന്ന ഒരു ആരോപണവും കൂടി BJPക്കാർ പറയുന്നുണ്ട്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് BJPക്കാർ ആരോപണം ഉന്നയിച്ചത്. അത് വളരെ ഗുരുതരമായ ആരോപണമാണ് BJPക്കാർ ഉന്നയിച്ചത്. അത് ഒരുപക്ഷെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ആംഗിളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഈ BJPക്കാർ ഉന്നയിച്ചത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ഈ കയ്യാങ്കളി ഒരു കേരളം നോക്കിക്കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതിനെ അനുകൂലിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതായിരുന്നു. കാരണം അവർക്ക് പ്രതിഷേധിക്കാം. അവരൊരു മരം മുറിച്ചതിനെ പ്രതിഷേധിച്ചു വെക്കാൻ വേണ്ടി വന്നാണ് അവർ പ്രതിഷേധിക്കുന്നു. മരം മുറിച്ച് കഴിഞ്ഞു, പോട്ടെ, എങ്കിലും മരം മുറിച്ചപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് അവർക്ക് പോകാം. അത് അവർക്ക് ജനാധിപത്യ അവകാശമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വേദി പൊളിച്ചു മാറ്റിയിട്ടില്ല? വേദി അവിടെ നിൽക്കുന്നു. മാത്രമല്ല BJP പറയുന്നത് ഞങ്ങൾ വാടകയ്ക്കെടുത്ത പ്രദേശമാണ്, ഞങ്ങൾ വാടകയ്ക്കെടുത്തിട്ട് ഞങ്ങളുടെ വേദി ഞങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടില്ല. മാത്രമല്ല BJP പ്രവർത്തകർ അവിടെ വച്ച ഫ്ലെക്സുകൾ മുഴുവനും, ബോർഡുകൾ മുഴുവനും അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, ഞങ്ങൾ ആ പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ വെച്ച ബോർഡുകളും മറ്റുമൊക്കെ അഴിച്ചു മാറ്റും. അങ്ങനെ അഴിച്ചു മാറ്റിയിരിക്കുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകോപനപരമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ അത് പോലീസ് വളരെ പണിപ്പെട്ടാണെങ്കിലും പോലീസ് അതിനെ നിയന്ത്രിച്ചു എന്നാണ് കാണുന്നത്.